എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറാണിത്. അതിലൊരു മെസ്സേജ് കിട്ടാൻ വേണ്ടി മെസ്സേജ് അയക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം കേട്ടോ. തന്ന് നമുക്ക് പേഴ്സണൽ റീഡിങ് എടുത്ത് തരുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതടച്ചല്ല, ഞാൻ പേഴ്സണൽ റീഡിങ് എടുത്ത് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും വിവാഹ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കാണാം. നിങ്ങൾ എപ്പോ കാണുന്നോ ടൈംലെസ് റീഡിങ് ആണ്. നിങ്ങൾ എപ്പോ കാണുന്നോ അപ്പൊ നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? Sana. Ang feeling sana. അപ്പൊ കാർഡ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് പേജ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അപ്പൊ അത് അത്ര എന്താ പറയാ, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാര് ചെറുതായിട്ട് പിണങ്ങിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. വലിയ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നല്ല. നിങ്ങളിപ്പോ ലവേഴ്സ് ആണെന്ന് കാണുന്നത് ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ആളെ നിങ്ങൾ വെറുതെ സംശയിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സംശയം, പിണക്കം, വഴക്ക് അങ്ങനെ ചെറിയ പിണക്കങ്ങളായിട്ട് മിണ്ടാതിരിക്കാണ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ടെൻ ഓഫ് സോർട്സ് ഒന്നുണ്ട്. അത് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാനസികമായിട്ടോ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്.
ഈ ആ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തീരാൻ പോവാണ്. ഒപ്പം തന്നെ മറ്റു നല്ലൊരു കാലഘട്ടം, നല്ലൊരു സമയം വരാൻ പോകണു. ആ നല്ല സമയം വരണതിന്റെ തുടക്കമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് നല്ലൊരു സമയം വരുന്നു. ഇപ്പൊ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് ഇനി നല്ലൊരു സമയം വരില്ല. അതിന്റെ ഒരു ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പം വരുന്നത്. ഇനി നല്ലൊരു സമയമാണ് ഇനി വരാൻ പോണേന്നാണ് പറയണത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ജോലിയൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോ ചിലർക്കൊക്കെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ തകർച്ച വന്നിട്ടുണ്ടായിരിക്കാം. ഇനി അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു പുതിയൊരു തുടക്കം, ലൈഫിലായാലും ഒരു പുതിയൊരു തുടക്കം വരാൻ പോകണു എന്നാണ് പറയണത് നിങ്ങൾക്ക് കേട്ടോ. പിന്നെ വന്നിരിക്കുന്ന 4 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. 4 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോ ഇത്തിരി സമാധാനം, സംതൃപ്തി ഒക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത കാലത്ത് നിങ്ങളിപ്പോ അടുത്ത കാലത്ത് ചെയ്ത ജോലിക്കൊക്കെ എന്തെങ്കിലും അഭിനന്ദനം ലഭിക്കാൻ പോകണമെന്ന് പറയാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഠിനാധ്വാനം ചെയ്തിരുന്നത്, അതിനു വേണ്ടി ആ അധ്വാനിച്ചിരുന്നതിന് നിങ്ങൾക്ക് ഫലം കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കാൻ പ്രായമായി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ പോകുന്നു. ഇപ്പൊ സ്നേഹിക്കുന്നവരാണെങ്കിൽ, റിലേഷൻഷിപ്പ് ഉള്ളവരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ പറയുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവര് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ പറയുന്നത് നിങ്ങൾ സക്സസ് ആണ്, നിങ്ങളിലേക്ക് എല്ലാം വരാൻ പോകുന്നതാണ്. ഇനി ലൈഫിലൊരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് എല്ലാം ഇനി വരാൻ പോവാണ്. സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങൾക്ക് വരാൻ പോവാണെന്നാണ് പറയുന്നത്. പിന്നെ ജസ്റ്റിസ് ആണ് അടുത്തത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങളുടെ ലൈഫില് റൈറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. ലീഗലായിട്ടുള്ള എന്തെങ്കിലും കോടതി കേസ് കാര്യങ്ങള്, ഡിവോഴ്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, കോടതിപരമായ ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നീതി കിട്ടാൻ പോകുന്നു, നിങ്ങൾക്ക് അനുകൂലമായിട്ട് എല്ലാം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണെന്നാണ് പറയണത്. നിങ്ങളുടെ വീട്ടിലെല്ലാം ടോപ്പായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല മനസ്സിന് ഉടമയാണെന്നാണ് പറയുന്നത്. നിങ്ങളെ കുറച്ച് ഗൗരവമൊക്കെ ഉണ്ട്, എന്നാലും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നിങ്ങള്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. നല്ല അടുക്കും ചിട്ടയോടൊക്കെ ഉള്ള ജീവിതമുള്ള ഒരാളാണ്. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. സ്വന്തം തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. സത്യസന്ധമായി മാത്രം ഏത് കാര്യവും ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങള്. മതപരമായ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന, മതപരമായ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങൾ പിന്തുടരുന്ന ഒരാളാണ്. ഒരു പേടിയില്ലാത്ത ആളാണ്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി നൽകുന്ന, ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് സംതൃപ്തിയും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകളും എല്ലാത്തിനും നിങ്ങൾക്ക് സംതൃപ്തി, സമാധാനം നിങ്ങൾക്കെല്ലാം വരാൻ പോവാണ്. നിങ്ങളുടെ ആവേശം, സംതൃപ്തി ഇതെല്ലാം പറയാം. നിങ്ങളുടെ ബന്ധാണെങ്കിൽ, കുടുംബജീവിതം, അതൊക്കെ എല്ലാം സന്തോഷം സമാധാനവും നിറഞ്ഞതാവാനാണ് പോണത്. നല്ല പ്രണയബന്ധങ്ങൾ വരാൻ പോകുന്നു. പുതിയ ബന്ധം അല്ലെങ്കിൽ പഴയ തന്നെ ഒന്നുകൂടി നല്ല സന്തോഷവും സമാധാനത്തോടെ നല്ല ഇതായിട്ട് വരാനാണ് പോകുന്നത്. ഇനി നല്ല ദാമ്പത്യം വരുന്നു. ഹൃദയത്തിന്റെ സംതൃപ്തി, നല്ല സൗഹൃദം ഇതെല്ലാം പറയാം. പിന്നെ നിങ്ങൾ നല്ല സോൾമേറ്റ് ആയ ആൾക്കാരാണ് നിങ്ങള്. ഇപ്പൊ ഫാമിലിയിലായാലും വളരെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ഇനി ഉണ്ടാവാൻ പോണെന്നാണ് പറയണത്. ഫ്യൂച്ചറിൽ ഇനി നല്ല ജീവിതമാണ് ഇനി വരാൻ പോണത് കേട്ടോ. നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി എന്നാണ് പറയണത്. നിങ്ങള് സന്തോഷ സമാധാനം എല്ലാ ആഘോഷങ്ങളിലും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. പിന്നെന്താ, നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങളിപ്പോ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ജോലിയുടെ കാര്യമായാലും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പ് ആയാലും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്നാ പറയുന്നത്.
അപ്പൊ അതില് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഏത് തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ചോയ്സസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. അപ്പൊ അതിൽ ഏത് തെരഞ്ഞെടുക്കണം? ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും എന്ത് കാര്യത്തിലായാലും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ അതിലേതാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങൾ ഇരിക്കണേ എന്നാണ് പറയണത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ ശക്തമാണ്. ആഗ്രഹം, ചോയ്സ്, മിഥ്യാധാരണ ഇതൊക്കെയാണ് നിങ്ങളെ സൂചിപ്പിക്കുന്നത്. പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നു. പിന്നെന്താ, നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻ ഉണ്ട്. ജാഗ്രത ആവശ്യമാണ്. നിങ്ങള് സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി പലതും ആവാട്ടോ. അപ്പൊ വ്യക്തികൾ മാത്രം ആവണമെന്നില്ല. ധനാവാം, അല്ലെങ്കിൽ വീട്ടുകാര്, ബന്ധുക്കള്, അങ്ങനെ നല്ല ഫ്രണ്ട്സ്, അതൊക്കെ തേർഡ് പാർട്ടി ആവാം. അപ്പൊ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നാണ് പറയണത് നിങ്ങളുടെ റിലേഷൻഷിപ്പില്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രയാസം, തേർഡ് പാർട്ടി ഉണ്ടാകുമ്പോ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമല്ലോ. പിന്നെ 9 of Swords ഉണ്ട്. അപ്പൊ എന്താണ്, ഒരുപാട് സങ്കടം, ദുഃഖം അനുഭവിക്കുക, വ്യാകുലപ്പെടാം, മറ്റൊരാൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്കോ എന്തെങ്കിലും അസുഖങ്ങൾ വരാ, ഉറക്കമില്ലാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. രാത്രിയിലൊക്കെ എണീറ്റിരുന്ന് കരയാ. അത് നിങ്ങളുടെ ആരുടെയെങ്കിലൊക്കെ നിങ്ങൾ ചെയ്ത തെറ്റിനെ ഓർത്തിട്ടുള്ള ഹൃദയവേദന, പശ്ചാത്താപം, കഴിഞ്ഞ കാലത്തൊക്കെ നടന്ന ദുഃഖകരമായ കാര്യങ്ങളെ ഓർത്തിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നാണ് പറയണത്. ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഭയം, കുറ്റബോധം, സംശയം, വലിയ ആശങ്കകള്, ഇങ്ങനെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. പ്രശ്നകരമായ സാഹചര്യങ്ങളോടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുള്ള തീരുമാനം എടുക്കേണ്ട ഒരു ആവശ്യം, അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുത്വം അത്ര സന്തോഷകരമായിട്ടല്ല പോകുന്നത്. ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുകൾ കുറെ അനുഭവിക്കുന്നുണ്ട്. കുറ്റബോധം, പശ്ചാത്താപം, രഹസ്യങ്ങൾ നിങ്ങളുടെ അടുത്ത്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് എല്ലാം തുറന്നു പറയുന്നൊന്നുമില്ല. എല്ലാം കള്ളമാണ് പറയുന്നത്, എല്ലാം മറച്ചു വെക്കാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ ഒരുപാട് കള്ളം പറയുന്നതാണ് നിങ്ങളുടെ അടുത്ത്. ഒന്നും എല്ലാം തുറന്നു പറയണില്ല, എല്ലാം മറച്ചു വെക്കാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല സന്തോഷവും സമാധാനം എല്ലാം വരാൻ പോകുന്നു. മനോഹരമായ സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ മനോഹരമായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്നിച്ചു ചേരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഒരു അത്ഭുതം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന ഒരു സംഭവം തന്നെ നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു സന്തോഷം, ഒരു സമ്മാനം കിട്ടാൻ പോകുന്നു, ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. സന്തോഷകരമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. പിന്നെന്താ, നിങ്ങള് ഇപ്പൊ മാരേജിനൊക്കെ സമയമായി എന്നാണ് പറഞ്ഞത്. ഒരു കൂടിച്ചേരലിന് സമയമായി. നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒന്നിച്ചു ചേരും എന്നാണ് പറയുന്നത്. ഇപ്പൊ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളെ റീയൂണിയൻ, വിവാഹ നിശ്ചയം, വിവാഹം, അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. സന്തോഷകരമായ ജീവിതം അതൊക്കെ ഉണ്ടാവാൻ നിങ്ങൾക്ക് പോകണു എന്നാണ് പറയുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ സാമ്പത്തികമൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. താൽക്കാലികമായി കുറച്ച് നിങ്ങൾക്ക് ഇപ്പൊ പൈസയൊക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യില് ആവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ബിസിനസ് ഒക്കെ ഇനി നന്നായിട്ട് വരുന്നതാണ് പറയണത്. നിങ്ങൾക്ക് എല്ലാം നിങ്ങളിലേക്ക് നല്ലത് വരാനാണ് പോകുന്നത്. പിന്നെ 5 of Swords വന്നിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് വരാനുള്ളതൊക്കെ നിങ്ങളിലേക്ക് തന്നെ വരും. ബലം പ്രയോഗിച്ചിട്ടൊന്നും നേടണ്ട, ബലം പ്രയോഗിച്ചൊന്നും എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും മോഷണം പോവാ, അത് നിങ്ങളെ അപമാനിക്കപ്പെടാൻ സാധ്യത, സ്വന്തം അപമാനം നഷ്ടപ്പെടുന്ന സാഹചര്യം, സ്വന്തം അഭിമാനം നഷ്ടപ്പെടാം, അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ജോലിയിലാണെങ്കിൽ ഒരു പോരാട്ടം, ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. ജോലിയില് ഒരുപാട് സമ്മർദ്ദം, ഒരുപാട് പിരിമുറുക്കം, തർക്കങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ജോലിയില്. മോശമായതല്ലാത്ത ശത്രുതയുണ്ട് കേട്ടോ. ആരോ നിങ്ങൾക്കൊരു ശത്രുതയുണ്ട്.
നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ, നിങ്ങൾ റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചീറ്റിങ് പറയാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് വേറെ ഒരു പാർട്ടിയായിട്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് മറ്റു പലരായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയണത്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, എന്തെങ്കിലും പഠിക്കുന്നതിന്, എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യണതിനൊക്കെ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങള് ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് ഭാഗ്യം കിട്ടും. നിങ്ങളിപ്പോ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണതിന്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹോബിയൊക്കെ നിങ്ങൾക്ക് വരുമാന മാർഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ്. വിജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുള്ള ആളാണ്. അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കും എന്നാണ് പറയണത്. നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാരേജിന് സമയമായി, റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി. എല്ലാവരും കാണുന്നുണ്ടല്ലോ, കുറെ പേര് കാണുന്നവരുണ്ട്. അപ്പൊ മാരേജിന് സമയമായെന്നാണ് റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് വന്നിരിക്കുന്നത്. പിന്നെ പണമൊക്കെ കൈകാര്യം ചെയ്യുന്നതിലും കഠിനാധ്വാനികളും നല്ല പക്വതയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. വലിയ ബിസിനസ് ഒക്കെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന ആളാണെന്നാണ് പറയുന്നത്. സ്വന്തം കുടുംബത്തിന്റെ മുഴുവൻ എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുത്ത് കൊണ്ടു നടക്കാനുള്ള നിങ്ങൾക്ക് പക്വതയുണ്ട്. അത്രയും പക്വതയുള്ളവരാണ്. നല്ലൊരു വീട്ടിലെ അമ്മയാണ്. സ്വന്തം പ്രയത്നത്തിലൊക്കെ സമ്പത്തും സമൃദ്ധിയും സുരക്ഷിതത്വവും എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. ശുദ്ധ മനസ്സുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. കുടുംബവും ബിസിനസ്സും എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്നവരാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എൻ്റെ റീഡിങ് കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ദയവായിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.